നമസ്കാരം. ജനപ്രിയ നായകൻ എന്ന തലക്കെട്ടിൽ ഏറെക്കാലം കുടുംബ പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രിയ നായകനായി മാറിയ വ്യക്തി തന്നെയായിരുന്നു ദിലീപ് എന്ന് പറയുന്നത്. മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ജനപ്രിയ നായകനാണ് ദിലീപ്. ജനപ്രിയ നായകൻ എന്ന തലക്കെട്ടിൽ ഏറെക്കാലം കുടുംബ പ്രേക്ഷകരുടെ പ്രത്യേകിച്ച് സ്ത്രീകളുടെ പ്രിയ നായകനായി ദിലീപ് വാണിരുന്നു. ഈ പുഴയും കടന്ന്, സല്ലാപം എന്നീ സിനിമകളാണ് ഒരു നായകൻ എന്ന നിലയിലേക്ക് ദിലീപിന്റെ കരിയർ ബ്രേക്ക് നൽകിയത്. പഞ്ചാബി ഹൗസ് എന്ന ചിത്രത്തിലൂടെ ഹരിശ്രീ അശോകൻ ദിലീപ് കോംബോ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി. അതും സിനിമാ പ്രേക്ഷകർക്കിടയിൽ വലിയൊരു സ്വാധീനം ചെലുത്താനായി. ഈ പറക്കും തളിക, കുബേരൻ, CID മൂസ, മീശ മാധവൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ദിലീപ് തന്റെ കരിയർ കൂടുതൽ തിളക്കമുള്ളതാക്കിയിരുന്നു. കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള സിനിമകൾ ദിലീപിനെ കൂടുതൽ ജനകീയനാക്കുകയും ചെയ്തു. കരിയറിൽ വെല്ലുവിളികളുള്ള വ്യത്യസ്ത കഥാപാത്രങ്ങൾ പരീക്ഷിക്കുന്നതായിരുന്നു ദിലീപിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, പല സിനിമകളും അതൊരു ഉദാഹരണം തന്നെയാണ്. കുഞ്ഞിക്കൂനിലെ കുഞ്ഞനായിട്ടും, ശാന്തപൊട്ടിൽ രാധയായിട്ടും, മായാമോഹിനി എന്ന് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു സിനിമ തന്നെയാണ്. ഒരുപാട് ദിലീപിനെ സ്നേഹിക്കുന്നവർ എന്നും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് മായാമോഹിനി. അങ്ങനെ പല പല കഥാപാത്രങ്ങൾ ചെയ്ത് ദിലീപ് തന്നെ സ്വയം പരീക്ഷിക്കുകയാണ് ചെയ്തത്. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് കുടുംബ പ്രേക്ഷകരടക്കം ഒരു നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിയാനുള്ള ഒരു വഴി വെച്ചത്. നടി ആക്രമിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ദിലീപിന്റെ ആ ഇമേജ് ചീട്ടുകൊട്ടാരം പോലെ തകരുകയാണ് ചെയ്തത്. നിലവിൽ ദിലീപ് കേസിന്റെ നൂലാമാലകൾക്കിടയിൽ തന്നെയാണ്. നിരവധി പേർ ദിലീപിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്നതും ടിവിയിൽ കാണുന്നതും ഇതോടുകൂടി നിർത്തുകയും ചെയ്തിട്ടുണ്ട്. സിനിമയിലെ മറ്റു ചില നടന്മാരും പീഡനാരോപണം നേരിടുന്നുണ്ട്. മുൻപ് നേരിട്ടവരുമുണ്ട്. അവരുടെ സിനിമകൾ വരുമ്പോൾ ആരും ചാനലുകൾ മാറ്റാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ദിലീപിനെ മാത്രം പ്രേക്ഷകർ, പ്രത്യേകിച്ച് സ്ത്രീകളും ഇത്രയും വെറുക്കുന്നത് എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. എങ്കിൽ പോലും ദിലീപിനെ കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ അത് കേൾക്കാനായി ആകാംക്ഷയേറെയാണ് പ്രേക്ഷകർക്ക്. പഴയ കാര്യങ്ങളെല്ലാം വീണ്ടും വരുമ്പോൾ, അല്ലെങ്കിൽ ദിലീപും മഞ്ജു വാര്യർ, കാവ്യ മാധവൻ ഇവരുടെ വാർത്തകളും പെട്ടെന്ന് തന്നെ ചർച്ചയാവാറുണ്ട്. മഞ്ജു വാര്യർ ദിലീപ് കോംബോ മലയാളികൾക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ഇവരുടെ വിവാഹവും പ്രണയവും എല്ലാം വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു. പക്ഷേ ആ ഒരു വിവാഹമോചനത്തോടെ ദിലീപിനെ വീണ്ടും വെറുക്കുന്ന ഒരവസ്ഥയിലെത്തി. എങ്കിലും സല്ലാപം എന്ന ചിത്രവും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ആ സീനുകളൊന്നും ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല. അത്തരത്തിൽ സല്ലാപം എന്ന സിനിമയിൽ ഇരുവരുടെയും ഒരു കഥാപാത്രത്തെ കുറിച്ചിട്ടും ആ ഒരു സിനിമയിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടും ഇപ്പോൾ സംസാരിക്കുകയാണ് P. ശ്രീകുമാർ. അഭിനയം, ഛായാഗ്രഹണം, നിർമ്മാണം, സംവിധാനം, അങ്ങനെ എല്ലാ രംഗത്തും കയ്യൊപ്പ് പതിപ്പിച്ച വ്യക്തി കൂടിയാണ് P. ശ്രീകുമാർ. മലയാളത്തിലെ പ്രമുഖ നടന്മാർക്കൊപ്പമുള്ള സിനിമാനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കാറുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് ചർച്ചയായി മാറുന്നത്. മമ്മൂട്ടിയും ശ്രീനിവാസനും പ്രധാന താരങ്ങളായി എത്തിയ കഥ പറയുമ്പോൾ എന്ന സിനിമയെക്കുറിച്ചായിരുന്നു സുകുമാർ ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂട്ടി നടത്തുന്ന അവസാന പ്രസംഗം ഒറ്റ ടേക്കിലാണ് എടുത്തത്. 2 ക്യാമറ വെച്ചാണ് എടുത്തത്. ഒരു ഘട്ടം എത്തിയപ്പോൾ മമ്മൂക്കയ്ക്ക് തൊണ്ട ഇടർന്ന് വാക്കുകൾ വരുന്നില്ല. ശരിക്കും സംഭവിച്ചതാണ്. എനിക്ക് ഡൗട്ട് തോന്നി. എന്റെ അസോസിയേറ്റ് സുധി എന്ന ആളാണ് മറ്റേ ക്യാമറ പ്രവർത്തിക്കുന്നത്. അദ്ദേഹം എന്നോട് ചോദിക്കുന്നുണ്ട് കട്ട് ചെയ്യണോ എന്ന്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അത് വളരെ മനോഹരമായാണ് അദ്ദേഹം ചെയ്തത്. ആ ജെനുവിനിറ്റി തന്നെയാണ് പ്രേക്ഷകർക്കും ഫീൽ ചെയ്തത്. ആ രംഗം അത്രയും ഹൃദയസ്പർശിയായി മാറിയതും അതുകൊണ്ടാണ്. വേറൊരു ഷൂട്ടിനിടയിലാണ് മമ്മൂക്ക അവിടേക്ക് വരുന്നത്. വളരെ ഗ്രേറ്റ് ആക്ടേഴ്സിനെ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. അവർ സ്വാഭാവികമായി മനസ്സിൽ പ്രീ വർക്ക് ചെയ്തിട്ടുണ്ടാകും. പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്ന താരങ്ങളൊക്കെ അങ്ങനെ ചെയ്യും. പിന്നെ ഇവർ അറിയാതെ ആ സീനുകളിൽ ഇൻവോൾവ് ആയി പോകും. ജെനുവിനായൊരു ഫീലിംഗ് ആണ് ആ രംഗത്തിലുള്ളത്. മാത്രമല്ല, ആ രംഗത്തിലൂടെ പുറത്തു വന്നതും അങ്ങനെ ഒരു സീനായിരുന്നു. ആ പടത്തിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകവും ഇതൊക്കെ തന്നെയാണ്. അഴകിയ രാവണൻ എന്ന സിനിമയിൽ പല രംഗങ്ങളും ഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ ചിരിച്ചിരുന്നു. ഇന്നസെന്റ് ചെയ്ത പല രംഗങ്ങളും സെറ്റിൽ ചിരി പടർത്തിയിരുന്നു. ഇനി ലാലേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബ്രില്യന്റ് ആക്ടറാണ്. രാവണപ്രഭുവിൽ അച്ഛനായും മകനായും മോഹൻലാൽ അഭിനയിച്ചു. ഒരു വയസ്സായ ആൾ ചെയ്യുന്ന ബോഡി ഗസ്റ്റേഴ്സ്, സംസാരിക്കുന്ന സ്പീഡ് തുടങ്ങി പല കാര്യങ്ങളും മറ്റേ ക്യാരക്ടറിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു നല്ല നടന് മാത്രമേ അത്തരത്തിൽ വേഴ്സ്റ്റാലിറ്റി കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ലാലേട്ടനും മമ്മൂക്കയും ദിലീപ്, ജയറാം, പൃഥ്വിരാജ്, സുരേഷ് ഗോപി എന്നിവരെല്ലാം തന്നെ വലിയ നടന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെയുള്ള അനുഭവങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് ഓർക്കാനാകില്ല. ഇതൊക്കെല്ലാം നമുക്ക് ഏറെക്കുറെ ശീലമായതായിരിക്കും. മാത്രമല്ല, ഈ പുഴയും കടന്ന് എന്ന സിനിമയിൽ മേഘനാഥന്റെ കഥാപാത്രത്തെ ദിലീപിന്റെ കഥാപാത്രം കൊലപ്പെടുത്തി കഴിഞ്ഞ് തിരിച്ചു വന്ന് മഞ്ജു വാര്യരെ കെട്ടിപ്പിടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇരുവരും വളരെ മനോഹരമായാണ് അത് പെർഫോം ചെയ്തത്. ആ സിനിമയിലെ പല രംഗങ്ങളും ഒറ്റ ടേക്കായിരുന്നു. കാരണം അവർക്ക് ആ സിനിമ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ പല ഇമോഷനുകളും വളരെ ജെനുവിനായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ ആ രംഗങ്ങളൊന്നും മറന്നിട്ടില്ല. സല്ലാപത്തിൽ മാത്രമല്ല, മഞ്ജു കരഞ്ഞാൽ ആ സീനിൽ നിന്ന് ബ്രേക്ക് ചെയ്തു വരാൻ സമയമെടുക്കും.
ഈ പുഴയും കടന്നിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനായിരുന്നു. കല്യാണത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ആ സീനിൽ നിന്നും പുറത്തു കടക്കാൻ മഞ്ജു വാര്യർ ഒരുപാട് സമയമെടുത്തു. അവർ അതിലൊക്കെ അത്രയും മുഴുകുന്നത് കൊണ്ടാണെന്നും സുകുമാർ പറയുകയുണ്ടായി. അതേസമയം മഞ്ജു വാര്യരും ദിലീപും സല്ലാപം എന്ന സിനിമയുടെ ഒരു സെറ്റിൽ വെച്ചാണ് പ്രണയത്തിലാകുന്നത്. പിന്നീട് ഈ പുഴയും കടന്ന് കുടമാറ്റം എന്നീ സിനിമകളിൽ കൂടി ഒന്നിച്ച് അഭിനയിച്ചതോടെ ഇരുവരും കടുത്ത പ്രണയത്തിലായി. അന്നത്തെ താരനായികയും അസാമാന്യ പ്രതിഭയുമായ മഞ്ജുവിനെ കാത്ത് ഒരു വലിയ ഭാവി മുന്നിലുണ്ടായിരുന്നു. മകൾ ഉയരങ്ങൾ കീഴടക്കുന്നത് സ്വപ്നം കണ്ടിരുന്ന താരത്തിന്റെ കുടുംബത്തിന് ദിലീപുമായുള്ള അടുപ്പം അംഗീകരിക്കാനായിരുന്നില്ല. മാത്രമല്ല, ദിലീപ് മകളുടെ ഭാവി നശിപ്പിക്കുമെന്നും മഞ്ജുവിന്റെ അച്ഛൻ ഭയന്നിരുന്നു എന്നാണ് ഇവരോട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മഞ്ജുവിനെ ഇന്നത്തെ താരമാക്കി മാറ്റിയതിൽ പ്രധാന പങ്ക് നടിയുടെ മാതാപിതാക്കളായ ടി വി മാധവനും ഗിരിജ മാധവനുമാണ്. അന്തരിച്ച പിതാവിനെ കുറിച്ച് വികാരപരിധിയായി മുമ്പൊരിക്കൽ മഞ്ജു വാര്യർ സംസാരിച്ചിട്ടുമുണ്ട്. ദിലീപുമായുള്ള മഞ്ജുവിന്റെ പ്രണയത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് നടിയുടെ മാതാപിതാക്കളായിരുന്നു. എന്നാൽ എല്ലാ എതിർപ്പും മറികടന്ന് 1998 ഒക്ടോബർ 20 ആരെയും അറിയിക്കാതെ ദിലീപും മഞ്ജു വാര്യരും രഹസ്യമായി വിവാഹം കഴിക്കുകയായിരുന്നു. എന്നാൽ നീണ്ട 15 വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം ഇരുവരും വേർപിരിയുകയും ചെയ്തു. ഇവരുടെ ലൊക്കേഷനിലെ പ്രണയത്തെക്കുറിച്ച് അടുത്തിടെ സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടിയിരുന്നു. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് സിബി മലയിൽ മഞ്ജുവിന്റെയും ദിലീപിന്റെയും പ്രണയത്തെക്കുറിച്ച് വാചാലനായത്. ലൊക്കേഷനിൽ ആകെ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് രഞ്ജിത്തിന്റെ കയ്യിലായിരുന്നു. രഞ്ജിത്ത് ഇടയ്ക്കിടെ ഫോൺ മഞ്ജുവിന്റെ കയ്യിൽ കൊടുക്കുന്നത് കാണുന്നുണ്ടെന്നും കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്നും അദ്ദേഹം പറയുന്നു. മഞ്ജുവിനെ ദിലീപ് വിളിക്കുമ്പോൾ രഞ്ജിത്ത് ഫോൺ കൊണ്ട് കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. അവർ തമ്മിലുള്ള പ്രണയം മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമായിരുന്നു അത്. ഫോൺ രഞ്ജിത്തിന്റെ കയ്യിൽ മാത്രമായതിനാൽ രഞ്ജിത്ത് ആയിരുന്നു അവരുടെ കണക്റ്റിംഗ് ലിങ്ക്. ആ സമയത്തൊക്കെ മഞ്ജുവിന്റെ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കരിയറിന്റെ ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ആശങ്ക. സാർ ഒന്ന് പറയണമെന്ന് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അത് വളരെ പേഴ്സണലായ വിഷയമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനാകില്ലെന്നും അതിനകത്ത് ഞാൻ ഇടപെടാൻ പാടില്ലെന്നും അന്ന് താൻ പറഞ്ഞിരുന്നെന്നും സിബി മലയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ദിലീപുമായുള്ള വിവാഹശേഷം മഞ്ജു വാര്യർ കരിയർ വിട്ടതിന്റെ നിരാശയും അന്ന് സിബി മലയിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പീക്കിൽ നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ മഞ്ജു സിനിമയിൽ തുടരണം, വലിയ ഉയരങ്ങളിലേക്ക് എത്തണം എന്നൊക്കെ എല്ലാ മലയാളികളെയും പോലെയും താനും സഹപ്രവർത്തകരും ഒക്കെ ആഗ്രഹിച്ചിരുന്നെന്നാണ് സിബി മലയിൽ വ്യക്തമാക്കുന്നത്. സിബി മലയിലിന്റെ ഉസ്താദ് ഉൾപ്പെടെയുള്ള സിനിമകളിൽ നിന്നും മഞ്ജു വാര്യർ പിന്മാറാൻ കാരണവും ആ വിവാഹം തന്നെയായിരുന്നു. ദിലീപുമായുള്ള ബന്ധത്തെ മാതാപിതാക്കൾ എതിർത്തപ്പോൾ മഞ്ജു അത് അനുസരിക്കേണ്ടതായിരുന്നുവെന്ന് പലരും അന്നും ഇന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. ദിലീപുമായുള്ള വിവാഹത്തോടെ മകളുടെ കലാജീവിതം അവസാനിക്കുമെന്ന് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നു. അവർ അന്ന് ആശങ്കപ്പെട്ടതിൽ കാര്യമുണ്ടെന്ന് പിന്നീട് കാലം തെളിയിച്ചെന്നാണ് പ്രേക്ഷകരും പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. വീട്ടുകാരുടെ എതിർപ്പ് മറികടന്നാണ് ദിലീപിനെ മഞ്ജു വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം കുടുംബജീവിതത്തിലേക്ക് പൂർണ്ണ ശ്രദ്ധ നൽകിയെങ്കിലും നടിയെ നിരാശപ്പെടുത്തിയ സംഭവങ്ങളാണ് ജീവിതത്തിലുണ്ടായത്. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധമറിഞ്ഞ മഞ്ജു വിവാഹമോചനം നേടുകയായിരുന്നു. പിന്നീട് തകർന്നുപോയ മഞ്ജുവിനെ ചേർത്ത് പിടിച്ചത് അച്ഛനും അമ്മയും തന്നെയായിരുന്നു. ഇന്ന് ജീവിതത്തിൽ മറ്റൊരു ഘട്ടത്തിലാണ് മഞ്ജു ജീവിക്കുന്നത്. അതേസമയം തുടരെ ബിഗ് പ്രോജക്റ്റുകളായി കരിയറിൽ സജീവമാണ് നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ. മലയാളത്തിന് പുറമെ തമിഴിലും മറ്റു ഭാഷകളിലും ഇന്ന് സജീവമാവുകയാണ്. മലയാള സിനിമാ ലോകത്തെ മഞ്ജു വാര്യരെ പോലെ ചർച്ചയാകുന്ന നടി മറ്റാരുമില്ല. അഭിനയ രംഗത്തേക്ക് വന്ന കാലം മുതൽ പ്രത്യേക മമത പ്രേക്ഷകർക്ക് മഞ്ജുവിനോടുള്ളതിനാൽ തന്നെ ഇന്നും അത് പുലർത്തുന്നു. 1996 റിലീസ് ചെയ്ത സല്ലാം എന്ന സിനിമയിലാണ് മഞ്ജു വാര്യർ ആദ്യമായി നായികയായി എത്തുന്നത്. തുടക്കക്കാരി എന്ന് പ്രേക്ഷകർക്ക് തോന്നിക്കാത്ത തരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. സുന്ദർദാസ് ആണ് സിനിമ സംവിധാനം ചെയ്തത്. സല്ലാപത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ സുന്ദർദാസും ഒരിക്കൽ പങ്കുവച്ചിട്ടുണ്ട്. അന്ന് തിരക്കുള്ള നടിയായിരുന്ന ആനിയെ ആദ്യം നായികയായി പരിഗണിച്ചെങ്കിലും പിന്നീട് മഞ്ജുവിലേക്ക് ഈ റോൾ എത്തുകയായിരുന്നെന്നാണ് സുന്ദർദാസ് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നത്. ഡയലോഗുകൾ മഞ്ജു കൃത്യമായി പറഞ്ഞിരുന്നു. ബുദ്ധിമുട്ടിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായിരുന്നു. സ്പേസ് അല്ല, ഉടനെ റിയാക്ട് ചെയ്യും. ശ്രീജയാണ് ഡബ് ചെയ്തത്. ഇത് എന്തൊരു കുട്ടിയാണ്, ഭയങ്കരമായി റിയാക്ട് ചെയ്യുന്നു എന്ന് ശ്രീജ പറഞ്ഞിരുന്നു. മഞ്ജുവിന്റെ കഥാപാത്രം ട്രെയിനിന് മുന്നിൽ ചാടാൻ ശ്രമിക്കുമ്പോൾ മനോജ് കെ ജയൻ പിടിക്കുന്നതാണ് ക്ലൈമാക്സ്. കട്ട് പറഞ്ഞ ഉടനെ ഇവൾ ഒറ്റ കരച്ചിൽ. മനോജിന്റെ മുട്ട് വിറയ്ക്കുന്നു. ഇവളെ പിടിച്ചിട്ട് കിട്ടണ്ടേ എന്ന് പറഞ്ഞു. അഭിനയത്തിനപ്പുറത്തേക്ക് പോയി. ലോഹിയും ഉണ്ണിയേട്ടനും ഞാനും മഞ്ജുവിനടുത്ത് പോയി സമാധാനിപ്പിച്ചു. അഭിനയത്തിനപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് ലോഹി ഉപദേശിച്ചിരുന്നെന്നും സുന്ദർദാസ് ഓർത്തു. മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായി മഞ്ജു വാര്യർ മാറുമെന്ന് ലോഹിദാസ് അന്ന് പറഞ്ഞിരുന്നെന്നും സുന്ദർദാസ് പറഞ്ഞു. ലോഹിദാസ് ആണ് സല്ലാപത്തിന്റെ തിരക്കഥ എഴുതിയിരുന്നത്. ലോഹിദാസ് പറഞ്ഞതുപോലെ മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നായികയായ നടിയായി മഞ്ജു വാര്യർ മാറി. മഞ്ജുവിന്റെ അഭിനയ മികവിനെ പിന്നീട് സിനിമാ ലോകം വാനോളം പുഴ്ത്തി. 3 വർഷക്കാലത്തിനുള്ളിൽ ഹിറ്റുകളുടെ ഒരു നിര തന്നെ മഞ്ജു മലയാളത്തിൽ സൃഷ്ടിച്ചു. 1998 വിവാഹിതയായ ശേഷം അഭിനയ രംഗത്ത് നിന്നും നടി നീണ്ട ഇടവേള എടുത്തു. വർഷങ്ങൾക്കിപ്പുറം 2014 ഹവോൾഡാറി എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ മഞ്ജു ഇന്ന് കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണ്.